ഹായ്. 2025 ഇറങ്ങിയ ഒരു ഓസ്ട്രേലിയൻ അമാനുഷിക സൈക്കോളജിക്കൽ ഹൊറർ ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ചിത്രത്തിന്റെ പേര് ബ്രിങ് ഹിയർ ബാക്ക്. ഈ സിനിമ നമ്മൾ കാണാതിരിക്കുമ്പോൾ രാത്രിയിലാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാണ്, ഒറ്റക്കാണെങ്കിൽ ഒന്നുകൂടി രസമുള്ള ഒരു സിനിമയാണ് ഈ ഒരു ബ്രിങ് ഹിയർ ബാക്ക് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം. ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഒരു ഹൊററാണ്, പിന്നെ കുറച്ച് എന്താ പറയുക സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മൂവി കൂടിയാണ്. ഇതിന്റെ കഥ കഥ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ മലയാളം പടത്തിന്റെ ഒക്കെ പോലത്തെ ഒരു സിനിമയുടെ, നമ്മുടെ പൃഥ്വിരാജും അതേപോലെ മനോജ് കേജനൊക്കെ ഉള്ള ഒരു സിനിമയില്ലേ അനന്തഭദ്രം, അതില് നമ്മുടെ മനോജ് കേജൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവൻ മരിച്ചുപോയ ഒരു ആളെ വീണ്ടും പുനർജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്യുന്നില്ലേ, അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഈ സിനിമയിലുള്ളത്. അപ്പൊ ഈ സിനിമയുടെ കഥ പോകുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതില് ഒരു ഫാമിലി, ആ ഫാമിലിയിൽ രണ്ട് പിള്ളേരുണ്ട്. ഒരാൾക്ക് കണ്ണ് കാണത്തില്ല, ഒരാൾ കുഴപ്പമൊന്നുമില്ല, അതൊരു പയ്യനാണ്. ആ പെൺകൊച്ചിന്റെ കണ്ണ് കാണത്തില്ല. അങ്ങനെ ഒരു ദിവസം ഇവര് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ അവരുടെ അച്ഛൻ ഒരു മരിച്ചു കിടക്കുന്നത് കാണും. അങ്ങനെ ആ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ ഈ കണ്ണ് കാണാത്ത കൊച്ചിന് ഒന്നും അറിയത്തില്ല എങ്ങനെയാണ് അച്ഛൻ മരിച്ചിട്ടുള്ളതെന്നൊക്കെ. പക്ഷെ ഈ പയ്യൻ അച്ഛൻ മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ട്. ഒരു ഹൊററായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അച്ഛൻ മരിച്ചു കിടക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇവരെ വളർത്താൻ വേറെ ആരുമില്ല. അങ്ങനെ അവിടുത്തെ പോലീസുകാർ എല്ലാവരും കൂടിയിട്ട് പോലീസ് ഓഫീസർ ഇവരെ രണ്ടാനമ്മയുടെ അടുത്തോട്ട് വിടുകയാണ്. ബാക്കിയുള്ള കുറച്ചു കാലം രണ്ടാനമ്മയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരെയും അങ്ങോട്ട് വിടുകയാണ്, ആ പെൺകൊച്ചിനെ ആ പയ്യനെ. ഈ അമ്മച്ചിയാണെങ്കിൽ, അതായത് ഈ രണ്ടാനമ്മയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സൈക്കോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ഈ രണ്ടാനമ്മ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാവില്ല. ആ രീതിയിലാണ് ഫസ്റ്റ് പോകുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും ആ വീട്ടിലോട്ട് ചെല്ലുന്നു. ഇതിലെ ഈ പയ്യനെ ഈ അമ്മച്ചിക്ക് അത്രണ്ട് ഇഷ്ടമാവുന്നില്ല, രണ്ടാനമ്മക്ക് അത്രണ്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഈ പെൺകൊച്ചാണെങ്കിൽ കണ്ണ് കാണാത്ത കാരണം കൊണ്ട് അവിടെ എന്ത് നടന്നാലും അതിനെപ്പറ്റി അറിയത്ത് പോലില്ല. അങ്ങനെ ഇവിടെ ഒന്നോ രണ്ടോ ദിവസം അവിടെ നിൽക്കുന്നു. 2 ദിവസമൊക്കെ കഴിഞ്ഞ് വീണ്ടും അവിടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ വേറൊരു ക്യാരക്ടർ കൂടി ഉണ്ട്. ഈ രണ്ടാനമ്മയുടെ മകളായിട്ടാണ് ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്. ആ കൊച്ചിനാണെന്നുണ്ടെങ്കിൽ ഒരു വയ്യാത്ത ഒരു പ്രേതമൊക്കെ കൂടിയ പോലത്തെ ഒരു ക്യാരക്ടറാണ് ആ കൊച്ചിൻ്റെത്. അവിടെ അധികം സംസാരിക്കത്തില്ല. പിന്നെ എന്താ കൊച്ചു ചെയ്യുന്നുള്ളത് നമുക്കും പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ആ രൂപത്തിലാണ് ആ കൊച്ചിനെ ആകെ വളർത്തിയെടുത്തിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ ഓരോ സിറ്റുവേഷനും ഓരോ ദിവസം കഴിയുന്നതോടും ഡാർക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാനമ്മയുടെ ഉള്ളിലൊരു കാര്യം നടപ്പുണ്ട്. അതായത് ഒരു സംഭവം ചെയ്യാൻ കൂടിയാണ് ഇവരിവിടെ നിർത്തിയിട്ടുള്ളത്, ഈ പെൺകൊച്ചിനെയും ഈ പയ്യനെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പയ്യനെ ഒഴിവാക്കണം എന്നെങ്കിലാണ് ഈ സംഭവം നടക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും, ഈ രണ്ടാനമ്മയുടെ മകള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ മരിച്ച ഈ പെൺകൊച്ചിനെ ഒരു ഫ്രീസറിൽ അടക്കി വെച്ചിരിക്കുകയാണ്, കുഴിച്ചിടാതെ ഫ്രീസറിൽ അടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാനമ്മ ഇടയ്ക്ക് ഓരോ വീഡിയോ കാണുന്നുണ്ട് ടി വിയിൽ ഇരുന്നിട്ട്. അതായത് ഈ പൈശാചിക ശക്തിയിലൂടെ വീണ്ടും പുനർജനിപ്പിക്കാൻ പറ്റുന്ന പോലത്തെ. ഞാൻ പറഞ്ഞില്ല നേരത്തെ, അനന്തഭദ്രം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ നമ്മുടെ മനോജ് കേജൻ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആവാഹന കർമ്മ അങ്ങനെ എന്തോ പറയുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോയിൽ പക്ഷെ അങ്ങനെ ജനിച്ചു വരുന്നതും ഈ രണ്ടാനമ്മ കാണുന്നുണ്ട്. അപ്പോ ഇതിനു വേണ്ടി എന്തൊക്കെ സംഭവങ്ങളാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഈ രണ്ടാനമ്മ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഈ പയ്യൻ കണ്ടുപിടിക്കും. ഈ പയ്യന് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെ ഈ പയ്യൻ ഈ പോലീസ് ഓഫീസറുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ പോലീസ് ഓഫീസറും ഈ പയ്യനും ഇവിടെ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷന് മുന്നേ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു കൊച്ചുണ്ട് എന്നുള്ളത്. ആ കൊച്ചിനും ഈ പറഞ്ഞ പോലെ പൈശാചികമായിട്ട് ഒരു ശക്തി ഉള്ളിലിരിപ്പുണ്ട്. ആ ഒരു പൈശാചിക ശക്തിയിലൂടെ വേണം ഈ പറഞ്ഞ പെൺകൊച്ചിന് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ജീവൻ കൊടുക്കണമെങ്കിൽ ഈ ഇവരെ കൂടെ, അതായത് ഈ പയ്യന്റെ കൂടെ വന്ന ആ പെൺകൊച്ച് മരണപ്പെട്ടെങ്കിൽ മാത്രമാണ് മറ്റേ പെൺകൊച്ചിന് ജീവൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഈ സിറ്റുവേഷൻ പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈം നമുക്ക് ആദ്യം ഒന്നും കൊണ്ട് മനസ്സിലാവില്ല. പക്ഷെ എല്ലാ സീനും ഭയങ്കര ഡാർക്കാണ്. ഈ വീട്ടിലുണ്ടായിരുന്ന കൊച്ചു പയ്യൻ ചെയ്യുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു എന്താണ് കാണിക്കുന്നതെന്നൊക്കെ തോന്നും. കാരണം അവന്റെ കയ്യനെ കടിച്ചു വലിച്ച തൊലിയൊക്കെ തിന്നുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണണം. പിന്നെ അവൻ കത്തി ഇങ്ങനെ വാലിട്ടിട്ട് കടിച്ചിട്ട് ഇവിടെ മുഖമൊക്കെ പൊളിച്ചു വെക്കുന്ന സീനും, പിന്നെ അവന്റെ ശരീരമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു
എന്താ ഇത് എന്നുള്ള രീതിയിലൂടെയൊക്കെയാണ് ആ സിനിമ കൊണ്ടുപോകുന്നത്. പക്ഷെ ഞാൻ പറയില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ഹൊറർ എന്ന് പറഞ്ഞാൽ വന്ന് പേടിപ്പിച്ച് പോകുന്ന സംഭവങ്ങളൊന്നുമല്ല. വളരെ നീറ്റായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ നല്ല രസമുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ഈ പയ്യൻ ഈ പോലീസുകാരത്തിനായിട്ട് വന്നിട്ട് പറയും ഇങ്ങനെ ഈ രണ്ടാനമ്മ ഇങ്ങനെ കുറച്ച് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്റെ അനിയത്തിയാണ്, ആ പയ്യന്റെ അനിയത്തിനെ രക്ഷപ്പെടണം എന്ന് പറയും. അങ്ങനെ ഈ അനിയത്തിന് ഇതിന് മുന്നേ തന്നെ ഈ രണ്ടാനമ്മ വേറൊരു സ്ഥലത്തോട്ട് മാറ്റിയിട്ടുണ്ടാവും. അതായത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടാവും. എന്നിട്ടാണ് ഇവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് ആ വീട്ടില് ഈ പറഞ്ഞ ആ ഒരു പയ്യൻ ഈ രണ്ടാനമ്മയുടെ കൈയൊക്കെ കടിച്ചു പൊളിക്കുന്നതും അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കുന്ന കുറച്ച് സീനുകളുണ്ട്. അതൊക്കെ ഭയങ്കര ഡാർക്ക് സീനാണ്. അങ്ങനെ ഈ പോലീസ് ഓഫീസർ വന്നിട്ട് സംസാരിക്കുമ്പോൾ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, എല്ലാം വളരെ നീറ്റ് ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവനും അവിടെ വന്നിട്ട് ഈ വീടിന്റെ പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈ വീടിന്റെ തൊട്ട് സൈഡിൽ തന്നെ വേറൊരു വീട് കൂടി ഉണ്ട്. ആ വീടിന്റെ ഉള്ളിലാണ് ഈ ഒരു സംഭവം ഉള്ളത്, ഈ മരിച്ചുപോയ ആ പെങ്കൊച്ചിന്റെ ബോഡി ഉള്ളത്. അപ്പോ അവിടെ ഈ വേറൊരു പയ്യൻ എന്ന് പറഞ്ഞില്ലേ, പയ്യനിൽ അതൊരു പെങ്കൊച്ചാണെന്ന് തോന്നുന്നു. ആ പെങ്കൊച്ചും ഈ പയ്യനെ ഈ പെങ്കൊച്ചിന്റെ അടുത്ത് പോയിട്ട് എന്തോ കാണിക്കായിരുന്നു. അതായത് എന്തോ കടിച്ചു തിന്നുന്ന എന്തൊരു സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഡാർക്ക്നെസ് വന്നു. അങ്ങനെ ഈ മറ്റേ പെങ്കൊച്ചിന്റെ കൂടെയുള്ള ഈ പയ്യൻ വന്നിട്ട് ഇത് കാണുന്നുണ്ട്. കണ്ടിട്ട് ഈ പോലീസ് ഓഫീസർ വിളിക്കും. അപ്പൊ പോലീസ് ഓഫീസർ ഇവന്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് മനസ്സിലാവും ഇവളെന്തോ ഒരു ആഭിചാരം, അതായത് എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഒരു സംഭവം നേരിട്ട് കാണുന്നുണ്ട്. ഇത് അറിയിക്കാൻ വേണ്ടി മറ്റു പോലീസ് ഓഫീസർ അടുത്ത് പോകുമ്പോൾ ഈ രണ്ടാനമ്മ വന്ന് വണ്ടി ഇടിച്ചിട്ട് രണ്ടുപേരെയും കൊല്ലും. അങ്ങനെ ഈ രണ്ടുപേരെയും കൊന്ന് ഒരു സെറ്റായതിനു ശേഷം ഈ പെങ്കൊച്ചിനെ വിളിച്ചു കൊണ്ടുവരും. വിളിച്ചു കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ പെങ്കൊച്ചിന് ചെറിയ ഡൗട്ട് അടിക്കും, എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം അവന്റെ ചേട്ടനെ ചോദിക്കുമ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ ഫോണിന്റെ റിങ് അടിക്കുന്ന ഒരു സീനൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും ഈ പെങ്കൊച്ച് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഓൾറെഡി ആ പെങ്കൊച്ചിന്റെ കണ്ണ് കാണത്തില്ല. ഈ പെങ്കൊച്ച് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു വാതിലിടിച്ചിട്ട് അതിന് ബോധം പോകുന്നുണ്ട്. അങ്ങനെ ഈ രണ്ടാനമ്മ ആ പെങ്കൊച്ചിനേറ്റ് സ്വിമ്മിംഗ് പൂളിലോട്ട് പോവാണ്. അവിടെ നിന്ന് മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിൽ മുക്കിക്കൊന്നതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞ ആ പയ്യന്റെ മേത്തൊരു മാനസിക ശക്തി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ശക്തിയിലൂടെ ഈ മറ്റേ പെങ്കൊച്ചിന് മരിച്ചുപോയ പെങ്കൊച്ചിന് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാനമ്മ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ പെങ്കൊച്ചിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ കൊച്ച് രണ്ടാനമ്മയുടെ മുഖത്ത് മാന്തുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ മമ്മി എന്ന് വിളിക്കുന്ന ഒരു സീൻ കൂടി ഉണ്ട്. ആ ഒരു വിളിയില് ഈ രണ്ടാനമ്മയുടെ ആ ഒരു സൈക്കായിട്ടുള്ള ആ ഒരു സംഭവം പെട്ടെന്ന് മാറിപ്പോകുന്നു. സ്വന്തം മകള് വിളിക്കുന്ന പോലത്തെ ഒരു ഇമോഷൻ സീനുകൾ, അവിടെ കുറച്ച് ഇമോഷൻ സീനുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഈ പെങ്കൊച്ചിനെ വെള്ളത്തിൽ നിന്നും എടുക്കുന്ന ആ പെങ്കൊച്ച് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ അതിലിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു വേറൊരു പെങ്കൊച്ച് എന്നുള്ളത്. ആ പെങ്കൊച്ച് ഓൾറെഡി മിസ്സായി പോയിട്ടുള്ള അതിനെ എന്താ പറയാ കിഡ്നാപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ രണ്ടാനമ്മ ഈ ഒരു സംഭവത്തിന് വേണ്ടി. അങ്ങനെ ഈ പെൺകൊച്ചിനാണെങ്കിലും രക്ഷപ്പെടാൻ പറ്റാത്തത് വെച്ചാൽ അവിടെ ഒരു വീടിന്റെ സൈഡിൽ ഒരു വൈറ്റ് ഒരു വര വരച്ചിട്ടുണ്ട്. ഒരു വൈറ്റില് കുമ്മായം പോലത്തെ സംഭവത്തോണ്ട് ഒരു വര വരച്ചിട്ടുണ്ട്. അതിലപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ പെൺകൊച്ചിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ടൈമിൽ ഈ മറ്റേ കണ്ണു കാണാത്ത പെൺകൊച്ചിനെ രക്ഷപ്പെടുത്തും. അതിനുശേഷം ഈ ഒരു പെൺകൊച്ചും രക്ഷപ്പെടുന്നുണ്ട്. ആ രക്ഷപ്പെടുന്ന സമയത്ത് അതിന്റെ മേലിൽ നിന്ന് ഒരു പൈശാചികമായിട്ടുള്ള ശക്തി പോകുന്ന കുറച്ച് സീനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയ രീതിയിലൊരു അറപ്പ് പോലെയൊക്കെ തോന്നും. പക്ഷെ നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു മഴയുള്ള സമയത്ത് കണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ കാണണം. ഒരുപാട് ആൾക്കാരായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇതിന് ശേഷം ഈ രണ്ടനമ്മ മറ്റേ ഫ്രീസർ വെച്ചിട്ടുള്ള സ്വന്തം മകളായിട്ട് സ്വിമ്മിംഗ് പൂളിലോട്ട് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് രണ്ടുപേരും മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം മറ്റു പോലീസുകാരൊക്കെ വന്നിട്ട് അവിടെ ചെക്ക് ചെയ്യുന്നു. ഈ മിസ്സിംഗ് ആയ ആ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട്. അതിലൂടെയാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത്. പക്ഷെ ഇതൊരു ഒന്നര മണിക്കൂർ 1 മണിക്കൂർ 40 മിനിറ്റാണ് ഉള്ളത് ഈ ഒരു സിനിമ. പക്ഷെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് മനുഷ്യനെ പേടിപ്പിച്ച് വിറപ്പിക്കുന്നതല്ല, പക്ഷെ അവിടുന്ന് കാണുന്ന ഓരോ സീക്വൻസും അടിപൊളിയായിട്ടുള്ള ഒരു സിനിമയാണ് ബ്രിങ് ഹിയർ ബാക്ക് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവി. 2025 ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ അറിയിക്കണം നിങ്ങൾ കണ്ടതിന്റെ അഭിപ്രായം എന്താണെങ്കിലും. ഇല്ലെങ്കിൽ ഹൊറർ മൂവീസ് കണ്ടിട്ട് പേടിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷുവറായിട്ടും ഈ ഒരു സിനിമ കണ്ടേക്കും. നല്ലൊരു സിനിമയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈവില് നമ്മുടെ ചാനലിൽ വരുന്ന ഒരു വ്യക്തിയുണ്ട്. അങ്ങേര് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അങ്ങയുടെ ഒരു പേര് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒന്ന് പറയാമോ എന്നുള്ളത്. ആളുടെ പേര് സുനീഷ് ആൻഡ് ചിക്കു എന്നാണ്. ആളുടെ ഐഡി ഞാൻ ജസ്റ്റ് ഇവിടെ മേലെ
കാണിച്ചു തരാം. ഇതാണ് ആള് കുറെ ദിവസമായി എൻ്റെ ഇതിലൊരു വീഡിയോയിൽ ഇടാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു അടുത്ത എൻ്റെ ഒരു വീഡിയോ വരുമ്പോൾ ഷുവറായിട്ടും താങ്കളുടെ പേര് ഞാനിതിൽ കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഞാൻ ഈ പറയുന്ന ഈ ആളെ ഒന്ന് ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ആള് കുറെ ദിവസമായിട്ട് എന്നോട് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.